ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 32-ാമത്തെ വാക്യം. ലൂക്ക 22:32. എന്നാൽ പറഞ്ഞ എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. സഹോദരങ്ങളെ ശക്തിപ്പെടുത്തുക, അത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ്. അത് ആരുമാകാം. പ്രയാസത്തിലിരിക്കുന്ന എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ക്രിസ്തുവിൽ നമ്മുടെ പ്രയാസത്തിലിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൽ നമ്മുടെ സഹോദരങ്ങളാണ്. ഇപ്പോൾ എപ്പോഴും ചെയ്യണത് എന്താണ്? നമ്മളുടെ സങ്കടം. ഇപ്പോൾ ജോബിയാനെ പറയുന്നത് എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മകന് ഡെങ്കു വന്നല്ലോ, അവന് ഒരു ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കാശിലല്ലോ, എൻ്റെ ഭർത്താവ് നാട്ടിലില്ലല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ, എൻ്റെ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് സങ്കടമാണല്ലോ എന്നാണ് നമുക്കപ്പോൾ ഇതിങ്ങനെ നിരാശ ഇങ്ങനെ കിടക്കുന്ന ആൾ. എന്നിട്ട് കർത്താവ് എന്താ പറയണത്? ഈ നിരാശയിൽ നീ കിടക്കരുത്, ഉടമ്പടി എടുത്ത ആൾ നിരാശ കിടക്കരുത്. എന്താണ്? നീ തിരിച്ചു വരണമെന്ന്. മനസ്സിലായില്ലേ? പത്രോസിനോട് കർത്താവ് പറയണം, നീ തിരിച്ചു വരണം. അതാണ് ലൂക്ക 22:32. നീ തിരിച്ചു വന്നാൽ മാത്രം പോരാ, എന്തു ചെയ്യണം? നിൻ്റെ സഹോദരനെ ബലപ്പെടുത്തണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഉടമ്പടിയുടെ വലിയ സ്വർഗീയ ബലം ആത്മശക്തി എന്നിൽ അഭിഷേകമാകാൻ എൻ്റെ വിശ്വാസം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിന്റെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കാൻ മറ്റുള്ളവരെ ബലപ്പെടുത്താൻ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചോട് പാടാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഈ കൊല്ലത്തെ ജോബി ആൻ്റണി ഇവിടെ കൈ പൊങ്ങിക്കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഉടമ്പടിയിൽ അവർക്ക് ഇടയ്ക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉടമ്പടിയിലാണവർ, ദൈവം അവരെ വിട്ട് പോയിട്ടില്ല. അതൊരു അടയാളം കാണിക്കാൻ. അപ്പോൾ നിങ്ങളിതുപോലെ ഈ സാക്ഷികൾക്ക് മനസ്സിലാകണം. ഉടമ്പടി എടുത്താലും ചില സമയത്ത് ജീവിതത്തിൻ്റെ ചില സ്വാഭാവികമായ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടനെ മതിമറന്നിട്ട് ഉടമ്പടിയിൽ ഉഴപ്പ് കാണിക്കരുത്. അങ്ങനെയാണ് പല ആൾക്കാർക്കും പണി കിട്ടിയിരിക്കുന്നത്. ദൈവം എപ്പോഴും വിശ്വസ്തനായിരിക്കും. അതായത് ഇപ്പം തിമോത്തി 2 പറയുന്ന പോലെ, ഇപ്പം 2:20 എടുത്ത്, അതായത് നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിട്ട് തുടരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 തിമോത്തി 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായിരുന്നാലും അവിശ്വസ്തരായിരുന്നാലും
അവൻ വിശ്വസ്തനായിരിക്കും. ഇത് ഉടമ്പടിക്കാരെല്ലാം മനസ്സിലാക്കേണ്ട സംഭവമാണ്. അല്ല ജോബിയാനിയെ പോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ ദൈവം എന്നെ കൈവിട്ടെന്നും പറഞ്ഞ് കണ്ണാക്കിടരുത്. ദൈവം സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും. നമ്മളാണ് ഇത് നമ്മളോട് പറയും, നീ തിരിച്ചു വരാൻ പറയും. ദൈവമല്ല തിരിച്ചു വരേണ്ടത്. ലുക്ക 22:32 എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവമല്ല തിരിച്ചു വരേണ്ടത്, പിന്നെന്താണ്? നീ തിരിച്ചു വരണം. നീ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? നീ ബലപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ ബലപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ഉടമ്പടി ഒരു വീണ് പോയെങ്കിലും നീ ദൈവമല്ല തിരിച്ചു വരണം. ദൈവം അവിടെ വിശ്വസ്തനായിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ബലപ്പെടുത്തി. തിരിച്ചു വരിക എന്ന് വെച്ചിട്ട് എന്തിനാ? തിരിച്ചു വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുട്ട് മുറുകിയിരിക്കുകയല്ല. നമ്മളെ ബലപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ ബലപ്പെടുത്തണം. അത് ഭയങ്കരമായ ഒരു ഫോർമുലയാണ്. നിങ്ങളിൽ പലരുടെ ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കാത്തത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് 0 ഇൻട്രസ്റ്റ് ആണ്. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് താല്പര്യമില്ല. മറ്റുള്ളവർ വിശ്വാസം സ്വീകരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളെപ്പോഴും നോക്കണം, നിങ്ങൾക്ക് IELTS പാസ്സായാൽ, നിങ്ങളുടെ റിസൾട്ട് കൂടിയാൽ, നിങ്ങൾക്ക് വസ്തു വാങ്ങാൻ ആൾ വന്നോ, നിങ്ങൾക്ക് ലോൺ അനുഭവിക്കാൻ വല്ല മാർഗമുണ്ട്, അപ്പോൾ നിങ്ങൾ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതിലൂടെയാണ്. ഇനി പച്ചക്ക് പറയാം, ഉടമ്പടി നമ്മൾ എടുക്കുന്നത് നമ്മൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ്. അതാണ് എൻ്റെ വിഷയം. നമ്മൾ ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഉടമ്പടിയിലൂടെ ഞാൻ മറ്റുള്ളവരെയും ബലപ്പെടുത്താൻ എനിക്ക് പ്രത്യേക ആത്മശക്തി നൽകണമേ. എനിക്ക് പ്രത്യേക ആത്മശക്തി നൽകണമേ. അത് ആത്മശക്തി വേണമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആത്മശക്തി ഇല്ലെങ്കിൽ ഇപ്പം തന്നെ വയനാട്ടിലെ മേരി ചേച്ചി എന്താ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരെ അമ്മ ക്ഷീണമായിട്ട് പോലും ആങ്ങളെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ആങ്ങളവിടെ ഇല്ലാത്ത തക്കം നോക്കിയാണ് ഇവർ വീട്ടിൽ പ്രവേശിക്കണത്. സ്വന്തം അമ്മേനെ കാണാനാണ് ചെയ്യണത്. അവിടെ ചെന്നപ്പോൾ നാത്തൂൻ പറഞ്ഞ് അമ്മ എഴുന്നേക്കത്തില്ല. അമ്മ എഴുന്നേറ്റിട്ട് മാസങ്ങളായി ബാത്റൂമിൽ പോകാൻ സമയത്ത് പിടിച്ചോണ്ട് പോവുകയാണെന്ന്. അപ്പോൾ നാത്തൂൻ ഇവർക്കൊരു കാപ്പി എടുക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയ സമയത്ത് രഹസ്യത്തിൽ ഇവർ ഉടമ്പടി തൈലം എടുത്തിട്ട് അമ്മയുടെ നെറ്റി കുറിച്ചിടും, വിശ്വപ്രമാണം ചൊല്ലി. ഇവർ നോക്കി നിൽക്കുമ്പോൾ കുറേ സമയത്ത് കഴിയുമ്പോൾ അമ്മ തന്നെ എഴുന്നേറ്റ് എന്നെ കാണാം. എനിക്ക് തോന്നുന്നത് ഇപ്പം 2024 ആയപ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം വേറെ ഒരു ഫേസിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണ് ശരിക്കും. കാര്യം നിങ്ങൾ വഴി നിങ്ങളുടെ സഹോദരങ്ങളെ ബലപ്പെടുത്തുന്നതിലൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യവത്തായ ഒരു വ്യക്തിയായിട്ട് ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു. കൈ ഇടിച്ച് കർത്താവ് കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ വരുന്ന ഇനി നമ്മുടെ ജോബി ആൻ്റണിയുടെ ജീവിതത്തിൽ വരുന്ന സെക്കൻഡ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
പെട്ടെന്ന് ഈ ചേട്ടത്തിൻ്റെ കൈ പൊങ്ങിയല്ലോ. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത്, പെട്ടെന്ന് ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരുടെ മകൻ്റെ ബ്ലഡ് കൗണ്ട് നോർമലാവും. അപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് അവനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും. അച്ഛാ പെട്ടെന്ന് ഈ സംഭവം. ദാറ്റ് മീൻസ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഡെങ്കു വന്ന് ഈ മകനെ കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ശക്തി ഉടമ്പടിയിലൂടെ ഞാൻ തിരിച്ചെടുത്തിട്ടില്ല. ഇറ്റ് ഈസ് ദെയർ. നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണോ, നിനക്കിപ്പോഴും നീ ഉടമ്പടിയിലാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഡെമോൺസ്ട്രേഷൻ വരണത്. ഇതൊരു ഡെമോൺസ്ട്രേഷനാണ്, കവനന്റ് ഡെമോൺസ്ട്രേഷൻ. എന്നുവെച്ചാൽ എന്താ, അതിനുശേഷം ഇവർ വീട്ടിൽ പോകും. വീട്ടിൽ പോയപ്പോൾ വേറെ കാലാവസ്ഥ വന്ന് മകനെയും കൊണ്ട് വീട്ടിൽ പോയി. മകനെയും കൊണ്ട് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഇവർക്ക് ഡെങ്കുവായി സംഭവം. അതായത് ഒരു സ്റ്റോറി പോണ പോക്കുണ്ടല്ലേ. അപ്പോൾ ഇവർക്ക് നമുക്കറിയാലോ, നമ്മുടെ ബോഡിയെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ കാര്യവും നമ്മൾ അന്വേഷിക്കുകയും തിരക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ബോഡിയെ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരുടെ കാര്യവും അന്വേഷിക്കത്തില്ല. ഒരു കൊതുക് പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ തന്തക്ക് വിളിക്കും. അല്ല, ആൾക്കാർക്ക് പനി കയറി കഴിഞ്ഞാലേ ആൾക്കാരുടെയൊക്കെ സ്വഭാവമല്ല, അടുക്കത്തില്ല. പക്ഷേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും നിങ്ങൾ ഡെലീറിയം കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും നിങ്ങൾ എംപവർ ആയിരിക്കുന്നത്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും ഡെലീറിയം, അതായത് ഇപ്പോൾ പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇപ്പം ഞാനിങ്ങനെ ഒരു പള്ളിയിൽ അസ്തേന്തിയായിട്ടിരിക്കുകയാണ്, അസ്റ്റൻ്റ്. അപ്പം അവിടെ അച്ഛനില്ല, അവിടെ അച്ഛൻ ധ്യാനിക്കാനാവറ്റ പോയിരിക്കുക. അപ്പം ഞാനുണ്ട്, ഇടിമിട്ടി മഴ പെയ്യേ. എനിക്കാണെങ്കിൽ തൊണ്ട വരണ്ടല്ല, ഇങ്ങനെ തൊണ്ട കാർച്ച, തോട്ട്സോറ്, പിന്നെ നെഞ്ച് പറയണ ചുമ, രാത്രി ആകുമ്പോൾ ഉണ്ടാകുന്ന രാപ്പനി, എല്ലാം കൊണ്ട് ഞാൻ ഇരുന്ന് ഛർദ്ദിക്കുകയാണ്. അപ്പോൾ കറണ്ടും പോയി. അപ്പോൾ എല്ലാ വയ്യാവേലികളും ഒരുമിച്ച് വരികയാണ്, കറണ്ടും പോയി. ഞാൻ പുറത്തിരുന്ന് ഛർദ്ദിക്കുന്ന സമയത്താണ് കറണ്ട് പോയത്. ഇനി കണ്ണും കാണാൻ പോലെ അകത്തോട്ട് കയറാൻ, മൊത്തം ബ്ലാക്ക് ഔട്ടാക്കി. ഇടുക്കൂട് കാറ്റാണ്. അപ്പോഴുണ്ട് ഒരു മനുഷ്യൻ വന്ന് രാത്രി വന്ന് മേടയുടെ വാതിലെ കൊട്ടി. അപ്പം ഞാനിങ്ങനെ ലുങ്കിയൊക്കെ കൊടുത്ത് ബെനിനൊക്കെ ഇട്ടിരുന്ന് ഛർദ്ദിക്കുന്ന രംഗമാണ്. എൻ്റെ യഥാർത്ഥ ഒരു രൂപം കണ്ട ആ മനുഷ്യൻ പടച്ചതിൽ വീണിച്ചാകും. അപ്പം ഞാൻ മിണ്ടായിരുന്നു. പക്ഷേ ഇയാൾ സമ്മതിക്കണില്ല, ഇയാൾ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ നിൽക്ക്, ഞാൻ ഛർദ്ദിച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് ഇപ്പോൾ വരരുത്. അപ്പോൾ പുള്ളി അത് മൈൻഡ് ചെയ്യില്ല. പുള്ളി വന്നു, പക്ഷേ ഇരുട്ടത്ത് തപ്പി പിടിച്ച് പുള്ളി അവിടെ വരുന്ന ആളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിരച്ച് പോയി ബാത്റൂമിൽ പോയി ടബൊക്കെ കയ്യിലൊക്കെ പോയി കഴുകി ലുങ്കിയൊക്കെ മാറി ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കറണ്ട് വന്നു. ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് കണ്ട സമയത്ത് പുള്ളി വന്നു. ഞാൻ എന്നെ ഇത്രയും തിരക്കെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനോർത്ത് വല്ല ഈ ആൾക്കാർ ലാസ്റ്റ് സക്രമെൻ്റ് വരത്തില്ല, അപ്പൻ അമ്മയൊക്കെ മരിക്കാൻ പോകണമെങ്കിൽ ഇതുപോലെ വന്ന് തിരക്ക് കൂട്ടും ആൾക്കാർ. കാര്യം സമയമില്ലല്ല, മരിക്കണ കൊണ്ടുപോയി മുമ്പ് കുർബാന കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ വല്ല കേസുമായതുകൊണ്ട് ഞാൻ വളരെ സംയമനത്തോടെ ഇരിക്കുകയാണ് ഈ മനുഷ്യനോട് സംസാരിക്കണം. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛ, എന്നുവെച്ചാൽ ഞങ്ങൾ 40 പേര് വള്ളത്തിൽ പോയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഒരു കരിനന്ദം പോയി, നന്ദനം എന്ന് പറയാൻ മനസ്സിലാവില്ല നിങ്ങൾക്ക്, മീന്, അത് കരിനന്ദം വെച്ചാൽ കടപ്പുറത്ത് ഒന്നും ഇല്ലെങ്കിൽ ചെറിയ നന്ദം കിട്ടണ കാലം ഉണ്ടായിരുന്നു, അതും കിട്ടണില്ലെന്ന് പറയും. അപ്പോൾ എല്ലാവരും പട്ടിണിയാണെന്ന് പറയും. അപ്പോഴേ ഒന്നെങ്കിൽ ഞാൻ അവിടെ പോയി വെഞ്ചരിച്ച് കൊടുക്കണം രാത്രി. അവിടെയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ രീതികൾ. മിക്കവാറും അച്ഛന്മാർ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ വശകേടാണ്, ഞാൻ ആരെങ്കിലും നാളെ രാവിലെ കുർബാനയ്ക്ക് ഒരു അച്ഛനെ കിട്ടിയിട്ടേ, നാളെ രാവിലെ കുർബാനയില്ലേ, രാത്രി അവിടെ നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കിടന്ന കിടപ്പ് ശരിയാകത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അച്ഛനെ വിളിച്ചിട്ട് പണ്ടത്തെ ഈ കറക്കണ ഫോണല്ലേ, കാറ്റുമാണ്, അപ്പോൾ എടുക്കുമ്പോൾ അച്ഛന്മാരെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ ഈ തളർന്ന് ഇതിമേ കുത്തി കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചേട്ടാ ഒരു അച്ഛനെ കിട്ടിയിട്ട് വേണം എനിക്ക് രാത്രി ഇവിടുന്ന് ആശുപത്രിയിൽ പോകാൻ, അതാണ് അവസ്ഥ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛ എന്തെങ്കിലും ഒന്ന് വെഞ്ചരിച്ച് തരാൻ പറഞ്ഞു. ഉടനെ ഞാനത് കാശ് അവിടെ മെസ്സേജ് നിന്ന് എടുത്തിട്ട് ഒരു കാശുരം എടുത്തിട്ട് വിശ്വപ്രമാണം ചൊല്ലി ഈ മത്സ്യബന്ധ നിയോഗ പ്രാർത്ഥന, പ്രത്യേക പ്രാർത്ഥനയാണ്, ആ ചൊല്ലിയിട്ട് ചേട്ടന് കൊടുത്ത് ബ്ലസ് ചെയ്ത് വിട്ട്. എന്നിട്ട് എനിക്ക് പിന്നെ ആ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അച്ഛനെ കിട്ടി. ലോണിൽ മറുപ കണ്ടുന്നൊരു അച്ഛനെ കൊച്ചിയിൽ നിന്ന് കിട്ടി. ഞാൻ അച്ഛനെ ഏൽപ്പിച്ച് വെച്ചാൽ എപ്പോൾ ഞാൻ വരുമെന്നറിയത്തില്ല,
എത്ര ദിവസം കിടക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. അച്ഛൻ വന്ന് കുർബാന ചൊല്ലി കൊടുക്കണമെന്ന് പറഞ്ഞ് അച്ഛനേറ്റ് ഞാൻ രാത്രി ഓട്ടോറിക്ഷ എടുത്ത് പോവുകയും ചെയ്തു. ഞാൻ പിന്നെ വന്ന 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കിടന്നു പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വരണത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ പിറ്റേ ദിവസം ഈ ചേട്ടൻ വന്നു. അപ്പോൾ ഞാനോടത്ത് കർത്താവേ പഴയ ദുരിതം പറയാൻ വേണ്ടി വരികയാണ്. അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞ് ചേട്ടാ സന്തോഷമാണ്. ആ സന്തോഷം അന്ന് തന്നെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. കാര്യം ഈ കാശുരൂപം കൊണ്ട് കെട്ടുകയും പുള്ളി കൊണ്ടുപോയി പിറ്റേ ദിവസം പോയി വങ്കടയെന്നും പറഞ്ഞൊരു വലിയ മത്സ്യമുണ്ട്, അതിൻ്റെ ഒരു കൂട്ടത്തിന് കടലിൽ അടിച്ചത് മൊത്തം അന്നത്തെ 40,000 രൂപ കിട്ടി. 93 ഈ കാലഘട്ടം. ഇപ്പോൾ എത്രയായി? 2000 ഇപ്പം 30 കൊല്ലം ആയില്ലേ. 30 കൊല്ലം മുമ്പ് 40,000 രൂപ കിട്ടിയാൽ അത് വലിയ ഒരു കിട്ടലാണ്. അതിനുശേഷം അവർക്ക് പിന്നെ അരി മുട്ടിയിട്ടില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ സത്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വയ്യാണ്ടിരുന്ന് 0 ആയിട്ട് തകർന്നിരുന്ന സമയത്താണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അന്ന് മുതൽ ഞാനൊരു കാര്യം പഠിച്ചു. എന്താ വെച്ചാൽ ഇതിനിടയ്ക്ക് എനിക്ക് പണ്ട് വലിവ് വരുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വലിവൊന്നും വരാത്തത്. വലിവ് ഇങ്ങനെ വന്നത് അത് കുഞ്ഞുനാളും വരെ ഉള്ളതാണ്. വലിവ് ഇങ്ങനെ വരും. വലിവ് വന്നാൽ പിന്നെ അത് പോകത്തില്ല. അപ്പോൾ വലിവ് വന്ന് ആശുപത്രി കട്ടിലേൽ മേടെ കിടക്കിയിരിക്കും. പക്ഷെ കിടന്നാലും ഈ ആൾക്കാർ ഒളിച്ചും പാത്തുമൊക്കെ ഒരു വാതിൽ തുറന്ന് അപ്പം തന്നെ ചാടി അകത്ത് കയറിയിട്ട് അച്ഛ ഭാര്യനെ ആശുപത്രി കൊണ്ടുപോകണമെന്നൊക്കെ പറയും, വേറെ പിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയും. പക്ഷേ എനിക്ക് വലിവാണെന്നൊക്കെ പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ഒരു വിശ്വാസമാണത്. അപ്പം ഞാനത് പ്രാർത്ഥിച്ച് കൊടുക്കും. കിടന്നാലും കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തുമാത്രം അവശരാകുന്നുവോ അത്രയും ഒരു ദൈവ വേലക്കാരൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. വിശ്വാസിയുടെ ഒരു ഗുണം അതാണ്. അത് നിങ്ങളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വചനം പറയണത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ അതിന് 2 കൊരിന്ത്യർ 12:9 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:9 എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. ഏറ്റു പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇതാണ് വെച്ചാല് എന്തെന്നാൽ പറഞ്ഞേ, എന്തെന്നാൽ നിനക്കെന്റെ കൃപ മതി. എന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കടങ്ങളുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ വീട് മൂന്ന് പറമ്പും ജപ്തി നടപടി വന്നിരിക്കുകയായിരിക്കാം. അപ്പോഴും ദൈവം പറയും മൈ ഗ്രേസ് ഈസ്, നിൻ്റെ വീട് ചിലപ്പോൾ പോകുമായിരിക്കും, പക്ഷേ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഇത് മനസ്സിലായി? ഇത് നിങ്ങൾ ഈ തന്ത്രം പഠിക്കണം. ഇതൊരു ഭയങ്കര, അതായത് ചിലപ്പോൾ നിൻ്റെ വീട് പോകുമായിരിക്കും, പക്ഷേ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് വെച്ചാൽ നിനക്കെൻ്റെ കൃപ മതിയാവും. കാര്യം ഇത്തരം 10,000 വീടുകൾ തിരിച്ചു തരാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ കൃപ. ആഴെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാ